പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മഹാകുംഭമേള പരാമർശത്തിനെതിരെ ബി.ജെ.പി. രംഗത്ത്. പശ്ചിമ ബംഗാളിനെ ബംഗ്ലാദേശ് ആക്കാനാണ് മമതയുടെ നീക്കമെന്ന് ബി.ജെ.പി. പശ്ചിമ ബംഗാൾ വൈസ് പ്രസിഡന്റ് ജഗന്നാഥ് സർക്കാർ കുറ്റപ്പെടുത്തി. മഹാകുംഭ് മൃത്യുകുംഭ് ആയി മാറിയെന്നായിരുന്നു മമതാ ബാനർജിയുടെ വിവാദ പരാമർശം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നുകൊണ്ട് വിവരങ്ങൾ നൽകാം. ബൽറാം, മഹാകുംഭമേളയ്ക്കിടെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അത് മൃത്യുകുംഭായി മാറിയിരിക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയത്. അതിനെതിരെ ബി.ജെ.പി. രാഷ്ട്രീയമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഗോപികൃഷ്ണൻ, ബി.ജെ.പി. മമതാ ബാനർജിയുടെ പരാമർശത്തെ രാഷ്ട്രീയമായി തന്നെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് മമതാ ബാനർജി ഈ വിവാദ പരാമർശം നടത്തിയത്. മഹാകുംഭ മേളയുടെ മുന്നൊരുക്കങ്ങൾ, ക്രമീകരണങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് മഹാകുംഭ് ഒരു മൃത്യുകുംഭമായി മാറിയിരിക്കുന്നു എന്ന് മമതാ ബാനർജി പരാമർശം നടത്തിയത്. അതിൽ പ്രധാനമായും കുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 30ഓളം പേർ മരിച്ച സംഭവം, കൂടാതെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടം എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മമതാ ബാനർജി ഈ വിമർശനം നടത്തിയത്. ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് മമതാ ബാനർജി ഉന്നയിച്ചത്. കൂടാതെ മരണത്തിന്റെ യഥാർത്ഥ കണക്കുകൾ പോലും മറച്ചുവെച്ചു എന്ന വിമർശനവും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിൽ മൃത്യുകുംഭ് എന്ന പരാമർശം എടുത്തുകൊണ്ട് അത് മഹാകുംഭമേളയെ അവഹേളിക്കുന്നതിന് നടത്തിയ പരാമർശമാണ് എന്നും ഹിന്ദുത്വത്തിനെതിരായ പരാമർശമാണ് എന്നുമാണ് ബി.ജെ.പി. പ്രധാനമായും വിമർശനം ഉന്നയിക്കുന്നത്. ബംഗാളിനെ ബംഗ്ലാദേശാക്കി മാറ്റാനുള്ള ശ്രമമാണ് എന്നും മുസ്ലിം പ്രീണനമാണ് മമതാ ബാനർജി ഉദ്ദേശിക്കുന്നത് എന്നും പ്രധാനമന്ത്രിയാകാനുള്ള ശ്രമമാണ് ഈ പരാമർശങ്ങളിലൂടെ മമതാ ബാനർജി നടത്തുന്നത് എന്നുമുള്ള വിമർശനമാണ് ബംഗാൾ ബി.ജെ.പി. ഉന്നയിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.